രാവിലെ തന്നെ കേണിയിലെ വെള്ളം കോരി വറ്റിക്കാൻ തുടങ്ങി. ഇനിയും കുറേ ചെളിയും മണ്ണും കല്ലൊക്കെ കോരി വൃത്തിയാക്കാനുണ്ട്. ഒരു കവുങ്ങ് മുറിച്ചിട്ടു. അതിൽ പിടിച്ചു നിന്ന് ഞാനും അപ്പൂസും ചെളിയും കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ കോരി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. രാവിലെ നല്ല തെളിനീര് വെള്ളമായിരുന്നു. പിന്നെ കോരാൻ തുടങ്ങിയപ്പോൾ നന്നായി കലങ്ങി. ഇന്ന് ഏറെ സന്തോഷമുള്ള ദിവസമാണ്. കാരണം പഴയ കാട്ടുകല്ല് കൊണ്ട് കെട്ടിയ കെട്ടൊക്കെ കണ്ടു. കുറച്ചുകൂടെ താഴേക്ക് ഞങ്ങൾക്ക് കോരി വൃത്തിയാക്കാൻ സാധിച്ചു. ആഴം കൂടിയപ്പോൾ വലിയൊരു കവുങ്ങ് മുറിച്ച് ക്രോസ് ഇട്ടു. അതിൽ കപ്പി കെട്ടി. ഇനി പണി കുറച്ചുകൂടെ എളുപ്പമാവും. തുമ്പയുടെ തായ്ക്ക് നീളം കൂടിയതുകൊണ്ട് ഒരു ചെറിയ മരക്കമ്പ് മുറിച്ച് പുതിയൊരു തായി ഇട്ടു. അങ്ങനെ നീളം കുറവായതുകൊണ്ട് ചെളി കോരിയെടുക്കാൻ സാധിച്ചു. ഞാനും അപ്പൂസും കുറച്ചു നേരം ഒരാൾ വലിക്കും, കുറച്ചു നേരം ഒരാൾ ചെളി കോരും. അങ്ങനെ മാറി മാറി പണികൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരുന്നു. പണിയെടുപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം പണിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. എൻ്റെ ചുറ്റിനും വട്ടത്തിൽ തെളിഞ്ഞു കാണുന്നത് പഴയ കാട്ടുകല്ലാണ്. അതിങ്ങനെ തെളിഞ്ഞു വരുന്ന കാണുമ്പോൾ വലിയൊരു സന്തോഷം. ഇനി കുറച്ചുകൂടെ താഴേക്ക് താഴ്ത്തണം, ചെളി കോരണം. അപ്പോൾ അടിയിലുള്ള ഒറ്റ കല്ല് കിട്ടും. അവിടെ ഞങ്ങൾ പണി പൂർത്തിയാക്കും. അതിനുശേഷം തെളിനീരുറവ കാണിച്ചു തരാം കേട്ടോ. ഇതിനിടയ്ക്ക് രസകരമായ ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട്. അതെല്ലാം യൂട്യൂബിൽ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മണ്ണിനോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നത് വലിയൊരു സന്തോഷമാണ്. ഒരിക്കൽ മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ കിട്ടുന്നതും ആ സന്തോഷമായിരിക്കും അല്ലേ. മാനം മുട്ട പറക്കുന്ന ചെമ്പരുന്തും ഒരിക്കൽ മണ്ണിലേക്ക് എത്തിച്ചേരും. മണ്ണിനെ മറന്ന് ഒരു ജീവിതമില്ല. മണ്ണാണ് എല്ലാം.